brought by Malu Sambus. ഹായ് ഹലോ ഗെയ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് കേശൂട്ടൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കുക സുഹൃത്തുക്കളെ. അപ്പോൾ രണ്ടുപേരെയും വിളിച്ചുണർത്തി, രാവിലെ തന്നെ വിളിച്ചുണർത്തി. അവർക്ക് കോവിലിൽ പോകണമായിരുന്നു കേട്ടോ. കേശൂട്ടിൻ്റെ ബർത്ത്ഡേ ആണെന്ന്. അപ്പോൾ ഞാനും അമ്മയും ആതിരയൊന്നും പോണില്ല. അപ്പോൾ ആതിരയ്ക്ക് പോകത്തില്ല, അതുകൊണ്ട് അവൾ പോണില്ല. അപ്പോൾ ഞങ്ങൾ പിന്നെ അടുക്കളയിലെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഞങ്ങളങ്ങ് ഏറ്റെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ അമ്മയും വിച്ചുവും പിന്നെ കേശൂടിനും അമ്പാടിയും കൂടെയാണ് കോവിലിൽ പോണത് കേട്ടോ. അപ്പോൾ കേശൂടിന് പഞ്ചസാരയിൽ തുലാഫലത്തിൻ്റെ ഒരു നേർച്ച ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇന്ന് ബർത്ത്ഡേ ആയിട്ട് ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരിതാ പോകാനായിട്ടൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും പോകാൻ വേണ്ടിയിട്ടൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്തുള്ള കോവിൽ തന്നെയാണ്. പിന്നെ പിള്ളേരും ഇവിടുത്തെ അമ്മയും വിച്ചുമൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ 2 ട്രിപ്പായിട്ട് 2 വീലറിൽ പോകണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ കാർ എടുത്തുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനത്തെ പോകാനായിട്ടൊക്കെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ആതിരത കൊണ്ടുപോയി രണ്ടുപേരെയും കൂടെ ഒന്ന് സെൽഫി എടുക്കാൻ. രണ്ടുപേരും അങ്ങനെ അടങ്ങി നിൽക്കുന്നവരല്ല. ഒരു ഇതിന് ചിലപ്പം ഒരു സെൽഫിയൊക്കെ കിട്ടിയാലായി. അതുകൊണ്ടിട്ട് നല്ല ഒരു മൂഡിലൊക്കെ നിന്നപ്പോൾ രണ്ടുപേരെയും കൂടെ ഒന്ന് സെൽഫി എടുക്കാമെന്ന് വിചാരിച്ച് കൊണ്ടുപോയി അവളെ എടുത്തതാണ്. അപ്പോൾ ഇവിടുത്തെ അമ്മയും കൂടെയൊക്കെ ഒരുങ്ങി ഇറങ്ങി പോവുകയാണ് സുഹൃത്തുക്കളെ. ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ആദ്യത്തെ ഗേറ്റ് പിടിച്ചങ്ങ് അടയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ അവളുടെ അടുത്ത് ഗേറ്റ് അടയ്ക്കലേ, വീഡിയോ എടുത്തോണ്ടിരിക്കുന്നതല്ലേ കുട്ടിയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ വണ്ടി എടുത്ത് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അടുക്കളയിൽ ഒരുപാട് ജോലികൾ ബാക്കി പെൻഡിങ് ഉണ്ടായിരുന്നു, ഒരുപാട് ജോലികളുണ്ടായിരുന്നു സുഹൃത്തുക്കളെ. അപ്പോൾ കാപ്പി ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. കാപ്പി ഇന്ന് അപ്പവും പിന്നെ മുട്ടക്കറിയും കൂടെയൊക്കെ ആയിരുന്നു കേട്ടോ. ഞാൻ അത് കഴിഞ്ഞിട്ട് പിന്നെ സാമ്പാർ ഇവിടെ അടുക്കളയിൽ റെഡിയായി. അപ്പോൾ തോരത്തിനുള്ളത് ഞാൻ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തോരൻ ആതിര ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ ബാക്കിയുള്ള കാര്യത്തിന് തേങ്ങ തിരുവിക്കൊണ്ടിരിക്കുകയാണ്. തോരത്തിനും പരിപ്പിനും അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് കാര്യങ്ങൾക്ക്, അവിയലിനൊക്കെ അവിയലൊന്നും വച്ചില്ല, മരിച്ചീനിയായിരുന്നു കേട്ടോ. അപ്പോൾ മരിച്ചീനിക്കൊക്കെ നമുക്ക് തേങ്ങ വേണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തേങ്ങ തിരുവിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യം അതവിടെ തോര സെറ്റാക്കി. അപ്പോൾ ലാസ്റ്റ് ഒന്ന് ഇളക്കി എടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു, കറിവേപ്പിലൊക്കെ ഇട്ട്. പിന്നെ ചിക്കൻ്റെ പരിപാടി ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സവാളയും പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആതിര റെഡി ആയിക്കൊണ്ടിരിക്കണം. അതിൻ്റെ ഇടയ്ക്ക് പിള്ളേഴ്സ് പോയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അമ്പലത്തിലൊക്കെ പോയിട്ട് എല്ലാവരും വന്നിട്ടുണ്ട്. അങ്ങനെ അവർക്ക് കാപ്പിയൊക്കെ കൊടുക്കുകയാണ്. അവരെല്ലാവരും കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കേശൂടിന് കാപ്പി കുടിക്കുക ഇത്തിരി ഒരു മടിയാണ്. കാരണം എന്ന് വെച്ചാൽ കളിയുടെ ചിന്തയായിപ്പോൾ, അമ്പാടിയും കൂടെ ഉള്ളതുകൊണ്ട് എപ്പോഴും കളിക്കണം എന്നുള്ള വിചാരമായി. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ കാപ്പി കുടിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുക്കളയിൽ ഏകദേശം ഒരുവിധമുള്ള ജോലികളൊക്കെ ഇങ്ങനെ ഏറെക്കുറെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ കാപ്പി കുടിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ എവിടെ പോലെ ഏറ്റെടുക്കുന്ന ഒരു പരിപാടിയാണ് സാലഡ്. അപ്പോൾ സാലഡ് ഞാൻ റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ സാലഡിനുള്ള എല്ലാം അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ അമ്മ വെളിയിലത്തെ അടുപ്പിൽ ചിക്കൻ കറിക്കുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ ഇവിടെ അത് അമ്മ വയ്ക്കുന്ന രീതി എന്ന് വെച്ചാൽ ഒരു ദിവസം വയ്ക്കുന്നതല്ല, അമ്മ അടുത്ത ദിവസം വയ്ക്കുന്ന. അതുകൊണ്ട് അമ്മയുടെ ഒരു ചിക്കൻ കറി റെസിപ്പി പറയാൻ എനിക്ക് അറിയത്തില്ല സുഹൃത്തുക്കളെ. പക്ഷെ നല്ല അടാറ് ടേസ്റ്റാണ് അമ്മ വയ്ക്കുന്ന ചിക്കൻ കറി. എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അമ്മ വയ്ക്കുന്നതിൽ എനിക്ക് ഇഷ്ടമല്ലാത്തൊരു സാധനം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സാമ്പാറാണ്. സാമ്പാർ എത്ര വെച്ചിട്ടുണ്ടെങ്കിലും അമ്മ വെച്ചാൽ അത് ശരിയാവത്തില്ല. ബാക്കി ഓൾമോസ്റ്റ് എല്ലാ കറികളും അമ്മ 100% ഓക്കെയാണ്. എന്ന് വെച്ചാൽ അമ്മ സാമ്പാർ വയ്ക്കുമ്പം അത് എനിക്ക് ഇഷ്ടമുള്ള പോലത്തെ സാമ്പാർ ആവാത്തത് കൊണ്ടായിരിക്കും ചിലപ്പോൾ എനിക്ക് ഇഷ്ടമല്ലാത്ത. എനിക്ക് എൻ്റെ ഒരു വല്യമ്മ വയ്ക്കുന്ന സാമ്പാർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എനിക്ക് വിതിരയിലത്തെ അമ്മ വയ്ക്കുന്ന സാമ്പാർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓൾമോസ്റ്റ് ഞാൻ ചിലപ്പോഴൊക്കെ വയ്ക്കുന്ന സാമ്പാർ ഒത്തെന്ന് പറയുന്ന ആ ഒരു രീതിയിലാണെങ്കിൽ എനിക്കിഷ്ടമാണ്. ചിലപ്പോൾ ഞാൻ വിചാരിക്കുന്ന പോലെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടാറില്ല. അങ്ങനെ അപ്പം വെളിയിൽ ചിക്കൻ കറി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഫ്രൂട്ട്സൊക്കെ ഒന്ന് കഴിക്കാമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ടും ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പിള്ളേർക്ക് മാംഗോ അതുപോലെ കൊടുക്കുകയാണ്. ഇവന്മാർ കളിച്ചുകൊണ്ടിരിക്കണതിൻ്റെ ഇടയ്ക്ക് കൊടുത്ത് ചിലപ്പോൾ 1-2 പീസൊക്കെ കഴിക്കും. അതുകൊണ്ട് കൊടുത്ത് അങ്ങനെ കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് പപ്പടം മേടിക്കാൻ പോകാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഒരു സ്റ്റിച്ചിങ് കടയിലും കൂടെ പോകണം, നമ്മൾ ചേച്ചിയുടെ കട തന്നെ. അപ്പോൾ അവിടെ സ്റ്റിച്ചിങ്ങിന് തുണി കൊണ്ട് കൊടുക്കണമായിരുന്നു. പിന്നെ പപ്പടമൊക്കെ വാങ്ങിച്ചിട്ട് തിരികെ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് എൻ്റെ അമ്മ പായസം ഏകദേശമൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ പായസത്തിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് തിളയ്ക്കാനും പിന്നെ കടുവറുത്ത് ഒഴിക്കാനും ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പപ്പടം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് പപ്പടം പൊരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം അമ്പാടിയാണ് ഈ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം അമ്പാടി 2-3 പ്രാവശ്യം വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല അടിപൊളി നല്ല പുള്ളി വരുന്ന പപ്പടമായിരുന്നു കേട്ടോ. അങ്ങനെ പപ്പടമൊക്കെ ഒരു 1-2 ബക്കറ്റ് നമ്മൾ പൊരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു സുഹൃത്തുക്കളെ. അപ്പോൾ ഞാൻ പൈനാപ്പിൾ പച്ചടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് പൈനാപ്പിൾ പച്ചടി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നല്ലതല്ലേ. അപ്പോൾ അതിലും കടുവറുത്ത് ഒഴിച്ചിട്ട് പായസത്തിലും അതിലും ഒത്താണ് നമ്മൾ കടുവറുത്തും
ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കേശൂട്ട് എന്തൊക്കെയോ ഇവിടെ കിടന്ന് വികൃതികൾ കാണിച്ചുകൊണ്ടിരിക്കണം. അവർ അപ്പോഴപ്പോഴും അടുക്കളയിലേക്ക് ഓടി വരാറുണ്ട്. അപ്പോൾ ഇന്നത്തെ കറികൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചോറുണ്ട്, നോൺ വെജ് സദ്യയാണ് കേട്ടോ. അപ്പോൾ ചോറുണ്ട്, ഇതാ ചിക്കൻ കറി നല്ല അടിപൊളി അമ്മ ഉണ്ടാക്കി വെച്ചിട്ട് എനിക്ക് കൊതി വരുന്ന സുഹൃത്തുക്കളെ ഇത് കണ്ടപ്പോൾ. നല്ല അടിപൊളി പായസം, എനിക്ക് വെർമസലി പായസത്തിൻ്റെ അട്ടാറാണ് കേട്ടോ. വെർമസലി പായസം എന്ന് പറഞ്ഞാൽ ഞാൻ ചാവും, അതും അമ്മ വയ്ക്കുന്നത്. പിന്നെ ഇതാ പുളിശ്ശേരി ഉണ്ടായിരുന്നു, പിന്നെ പൈനാപ്പിൾ പച്ചടി ഉണ്ട്, പിന്നെ നെക്സ്റ്റ് വന്നിട്ട് ഇതാ തോരനുണ്ട്, ബീട്രൂട്ടും ക്യാരറ്റും കൂടി ഇട്ടിട്ടുള്ള ഒരു തോരനായിരുന്നു. പിന്നെ സാലഡുണ്ട്, പിന്നെ വന്നിട്ട് എന്തായിരുന്നു, ഇത് സാമ്പാറുണ്ടായിരുന്നു, പിന്നെ മരിച്ചീനി ഉണ്ടായിരുന്നു കേട്ടോ. മരിച്ചീനി എടുക്കാൻ ഞാൻ വിട്ടുപോയിട്ടുണ്ട്. മരിച്ചീനി ഉണ്ടായിരുന്നു, പിന്നെ ഇതാ നമ്മുടെ പപ്പടം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ജോലിയൊക്കെ എല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം ഞാൻ ഇവന്മാരോടൊന്ന് വന്ന് കിടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവന്മാരൊക്കെ ഒപ്പം നിന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കണം. അതിൻ്റെ ഇടയ്ക്ക് ആതിരെ പോയി കുളിച്ച് വന്ന് ഡ്രസ്സൊക്കെ മാറി. പിന്നെ എല്ലാവരുമൊക്കെ വേറെ ആരെയും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. വിച്ചുവിൻ്റെ കുഞ്ഞമ്മമാരെ, അവർ രണ്ടുപേരും അടുത്ത് താമസിക്കുന്നവരാണ്. അങ്ങനെ അവരെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവരെ പിള്ളേരും ഉണ്ടായിരുന്നു. പിന്നെ തൊട്ടടുത്തുള്ള 2-3 നമ്മളെ കേശുടനുമായിട്ട് കളിക്കാനൊക്കെ എപ്പോഴും കൂടണ 2-3 കൊച്ചുങ്ങളുണ്ട്. അപ്പോൾ അവരെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളവിടെ നിന്ന് പിന്നെ ഞാനും അമ്മയും അമ്പാടിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഇവിടെ സദ്യ കൊടുക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. കാരണം കേക്ക് കൊണ്ടുവരുന്നത് 2 മണി കഴിഞ്ഞിട്ടേ കൊണ്ടുവരുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയും സമയം പിള്ളേർ വിശന്നിരിക്കൂലേ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കേശൂട്ടിന് ചോറ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കേശൂട്ടിന് എല്ലാവരും ചോറ് കഴിക്കുകയാണ്. ചോറ്, പരിപ്പ്, പപ്പടം, അങ്ങനെ എല്ലാം ഒരു നല്ല അടിപൊളി കറിയൊക്കെ ആയിരുന്നു കേട്ടോ. ലാസ്റ്റ് കേശൂട്ടിന് പായസം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ എല്ലാവരും കൂടെയാണ് ഇരുന്നത്. പിന്നെ ലാസ്റ്റ് വിച്ചുവും ആതിരയും പിന്നെ ഇവിടുത്തെ മാമനും കൂടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മാമൻ കടയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കടയിൽ പോയിട്ട് വന്നിട്ട് കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരെല്ലാവരും കൂടെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് എല്ലാവരും കഴിച്ച് തീർന്നിട്ടുണ്ടായിരുന്നു. ലാസ്റ്റാണ് പിന്നെ കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് കേക്ക് കൊണ്ടുവന്നപ്പോൾ 2 മണി എന്നുള്ളത് ഏകദേശം ഒരു 3 മണിയൊക്കെ ആവാറായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് സമയം നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേക്കിന് വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കേക്ക് മുറിക്കാനുള്ള ഒരു തത്രപ്പാടിലായിരുന്നു സുഹൃത്തുക്കളെ. നല്ല അടിപൊളി കേക്കായിരുന്നു കേട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേക്കിനെ റെഡിയാക്കി കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അങ്ങനെ കേശൂടൻ്റെ 5th ബർത്ത്ഡേ നല്ല അടിപൊളിയായിട്ട് ആഘോഷിച്ചിട്ടുണ്ട് സുഹൃത്തുക്കളെ. അപ്പോൾ കേക്ക് കട്ടിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം ഫോട്ടോ എടുപ്പും സെൽഫിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ കേക്ക് കട്ട് ചെയ്ത് അവിടെ നിന്നവർക്ക് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കേക്കും മുട്ടായിയൊക്കെ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലൂടെ എനിക്കും ഒരു പീസ് കേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി കേക്കായിരുന്നു. എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഒരു പ്രത്യേക ടേസ്റ്റായിരുന്നു കേട്ടോ കേക്കും.
കേക്കിൻ്റെ പേര് ഞാൻ മറന്നുപോയി. കേക്കിൻ്റെ അത് വാങ്ങിച്ച കടയുടെ പേര് ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. കേക്കിൻ്റെ പേരും കേക്ക് വാങ്ങിച്ച കടയുടെ പേരും കൂടെ ഒന്ന് നല്ല ഇതായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ സത്യത്തിൽ പേര് മറന്നു പോയതാണ്. ഫേമസ് ആയിട്ടുള്ളൊരു കട തന്നെയാണ്. അപ്പോൾ ആറ്റിങ്ങലായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കളിപ്പാട്ടങ്ങളൊക്കെ പൊട്ടിക്കുന്നതിൻ്റെ ഗിഫ്റ്റൊക്കെ പൊട്ടിക്കുന്നതിൻ്റെ ഒരു തിരക്കാണ്. അപ്പോൾ എന്തൊക്കെയാണ് കിട്ടിയതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കേശുവിന് ഭയങ്കര ഒരു ആകാംക്ഷയായിരുന്നു. അതിപ്പം ഇപ്പോൾ എത്രയൊക്കെ ആയാലും കൊച്ചുങ്ങളല്ലേ, അവരുടെ കയ്യിൽ നമ്മളൊരു ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ഒരു മുട്ടായി ആയാലും ഒരു ഗിഫ്റ്റായിട്ട് പൊതിഞ്ഞ് നമ്മളോട് കൊടുക്കുമ്പോഴത്തേക്ക് അവർക്കതൊരു എന്തോ ഒരു സ്വർഗം കിട്ടിയ ഒരു ഫീലാണ്. അങ്ങനെ കേശുവിന് കിട്ടിയ ഗിഫ്റ്റ് എല്ലാം നമ്മളെല്ലാവരും കൂടെ ഇരുന്ന് തന്നെയാണ് പൊട്ടിച്ചത്. അപ്പോൾ അത് അമ്പാടിയും കേശുവിനും കൂടെ തകൃതിയായിട്ട് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ പൊട്ടിക്കുന്നത് അവൻ്റെ അച്ഛൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു ചെറിയ വാച്ചാണ് കേട്ടോ. വാച്ച് അവന് സർപ്രൈസായിട്ട് വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ അവന് വാച്ചൊക്കെ ഇഷ്ടപ്പെട്ടു. അവന് ഓരോന്നോരോന്ന് കാണുമ്പോഴേ അടുത്തത് കാണാനുള്ള ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ കൊച്ചുകുട്ടികൾക്ക് അത് അങ്ങനെയാണല്ലോ. പിന്നെ അടുത്തത് അവൻ്റെ അച്ഛമ്മ അവന് ഈ ഓട്ടോറിക്ഷയും പിന്നെ ഒരു വണ്ടിയും കൂടെയാണ് ഗിഫ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ അതിന് ശേഷം പിന്നെ അവൻ്റെ അമ്മാമ്മ, അതായത് വിച്ചുവിൻ്റെ കുഞ്ഞമ്മ കൊടുത്തതായിരുന്നു കേട്ടോ ഗിഫ്റ്റ്. അത് ഷൂസായിരുന്നെന്ന് തോന്നണം. അങ്ങനെ അതും അവന് ഇഷ്ടപ്പെട്ടിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ എടുത്തിട്ട് ചോദിക്കും, ഷൂസാ അതിങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ വീണ ഇപ്പോൾ ഇവിടെ ഇല്ല, അവൾ ബാംഗ്ലൂരാണ്. അപ്പോൾ അവളെ അമ്മയെ കൊണ്ട് ഒരു ചെറിയ ഗിഫ്റ്റ് കേശുവിന് കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു കപ്പോ അങ്ങനെ എന്തോ ആയിരുന്നു കേട്ടോ. അതിനകത്തും മുട്ടായും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അത് വീണ സർപ്രൈസായിട്ട് കേശുവിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഗിഫ്റ്റ് കിട്ടിയതൊക്കെ എല്ലാം ഏകദേശമൊക്കെ പൊട്ടിച്ച് അതിലൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഒരു റിമോട്ട് കാറായിരുന്നു കേട്ടോ. അപ്പോൾ അത് കേശുവിന് അപ്പുറത്തുള്ള കുട്ടികൾ കൊടുത്തിട്ടുണ്ടായിരുന്നതാണ്, അവൻ്റെ കൂടെ കളിക്കാനൊക്കെ വരുന്ന കൊച്ചുങ്ങൾ. അപ്പോൾ അവർ കൊടുത്തപ്പോഴത്തേക്ക് കേശുവിന് അത് എങ്ങനെയെങ്കിലും ഓപ്പൺ ചെയ്തോളാൻ വയ്യാതെയാണ് ഇരുന്നത് കേട്ടോ. അങ്ങനെ അത് ഓപ്പൺ ചെയ്ത് ബാറ്ററിയൊക്കെ ഇട്ട് അങ്ങനെ അതിവിടെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് കിട്ടിയപ്പോൾ പിന്നെ കേശുവിന് അത് മതി, അത് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ രണ്ടുപേരും കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എല്ലാവരും ഒക്കെ പോകാനായിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചോറൊക്കെ കഴിച്ച് എല്ലാവരും കേക്കൊക്കെ കട്ട് ചെയ്തതിന് ശേഷം എല്ലാവരും പിന്നെ തിരികെ വീട്ടിലേക്ക് പോകാനായിട്ടൊക്കെ ഉള്ള തയ്യാറെടുപ്പിലാണ്. ഏകദേശം ഇപ്പോൾ തന്നെ 3-4 മണിയോട് അടുപ്പിച്ച് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും എന്തൊക്കെയോ തമാശകളൊക്കെ പറഞ്ഞ് പിന്നെ ടാറ്റ ബൈ ബൈ ഓക്കെ സിയൊക്കെ പറഞ്ഞ് അവരെ ഇറങ്ങിയിട്ടുണ്ട്. അവരൊക്കെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ, നടന്നു പോണ ദൂരെയൊക്കെ ഉള്ളൂ. അങ്ങനെ പിന്നെ അവർ കൊച്ചുങ്ങളൊക്കെ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടെയൊക്കെ ടാറ്റ ബൈ ബൈ ഓക്കെ സിയൊക്കെ പറഞ്ഞ് അവർ ഇറങ്ങിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. പിന്നെ അതിന് ശേഷം വേണം നമുക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ശനിയാഴ്ച വൈകിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ഞായറാഴ്ചയാണ്, എന്തായാലും വൈകിട്ട് പോകണം. പിറ്റേന്ന് അമ്പാടിക്ക് സ്കൂളുണ്ട്. അപ്പം നമ്മളിങ്ങനെ പോകാനായിട്ട് റെഡിയൊക്കെ ആയപ്പോഴത്തേക്ക് പിന്നെ വിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു വണ്ടിയിൽ ആക്കാമെന്ന് പറഞ്ഞു. കാരണം ഞായറാഴ്ച ആയതുകൊണ്ട് വൈകുന്നേരം ചിലപ്പോൾ ബസ്സൊക്കെ പാടാണ്, എല്ലാ ബസ്സൊന്നും കാണൂല. അങ്ങനെ അതുകൊണ്ട് പിന്നെ കൊണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പിന്നെ ആയിട്ടിരുന്ന ഡ്രസ്സിലൊക്കെ തന്നെ അമ്മയൊക്കെ വരാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം പിന്നെ കാറിലല്ലേ പോകണം, അപ്പോൾ പിന്നെ ഡ്രസ്സ് മാറണ്ടെന്ന് വിചാരിച്ചാൽ ആതിരയും കൊച്ചും കൂടെയൊക്കെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. തിരിച്ചവരിങ്ങ് വരും, നമ്മളെ കൊണ്ടുവന്ന് ആക്കിയിട്ട് അവർ തിരിച്ചിങ്ങ് വരും കേട്ടോ. അങ്ങനെ നമ്മൾ പോകാനായിട്ട് ഇറങ്ങിയ സുഹൃത്തുക്കളെ. അപ്പോൾ ഇന്നത്തേക്ക് വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കാനും മറക്കരുത്. നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് എനിക്ക് വീഡിയോ വീണ്ടും ചെയ്യാനായിട്ടുള്ള ഒരു ത്വര എന്നൊക്കെ വേണമെങ്കിൽ പറയാം സുഹൃത്തുക്കളെ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് കമൻസിലൂടെ അറിയിക്കുക, വീഡിയോ ഷെയർ ചെയ്യുക കേട്ടോ. നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നും വീഡിയോ ഇടാനുള്ള ഒരു ഉത്സാഹം എന്ന് പറയുന്നത് സുഹൃത്തുക്കളെ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ ടാറ്റ ബൈ ബൈ ഓക്കെ സി യു ഗൈസ്.